പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിന് ഇന്ന് കൃപാസ്ഥാനത്താറെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ് ചെയ്യാത്തവരെ, വിസ നഷ്ടപ്പെട്ടവരെ, വിസ തീർന്നു പോയവരെ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവർ, ഇടയ്ക്ക് വെച്ച് ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നവർ, പെൻഡിങ് ആയിരിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, ഒത്തുവന്ന വിവാഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന ഉള്ളവർ,
മക്കളില്ലാത്തവരെ, മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതും അതേസമയം തന്നെ എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള കുഴപ്പങ്ങളുള്ളത് വേദനിച്ചിരിക്കുന്നവർ, അവരെ എല്ലാം അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ നാമത്തെ ആശ്രയിക്കുന്നു. ഭവനരഹിതർ, വീടില്ലാത്തൊരു, സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തൊരു വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ, എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവിടെ നിലവിലുള്ള ദോഷങ്ങളെ ഈശോ നാമത്തിൽ ബന്ധിക്കുന്നു. വിവാഹം ഒത്തുവരാൻ പോകുന്നു, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള പണമില്ല, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള, വിവാഹം നടത്താനാണില്ല, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ഉള്ളവർ തന്നെ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റപ്പെട്ടു പോണ ജന്മങ്ങൾ, മാതാവേ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അമ്മ ഈസ്റ്റർ കഴിയുമ്പോൾ അത് നടത്തി കൊടുക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിന് വെള്ളമില്ലാത്തവർ, ഒത്തിരിയേറെ കുഴൽക്കിണർ കുത്തിയിട്ടും ഒത്തിരി ആഴത്തിൽ കുത്തിയിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും വെള്ളം കാണാത്തൊരു, ആ സ്ഥലം വിൽക്കാൻ പറ്റണില്ല, അവിടെ ജീവിക്കാൻ പറ്റാത്ത വിഷയത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. വീട് പണി തുടങ്ങാൻ പോകുന്നവർ, വീട് പൂർത്തിയാക്കാൻ പോകുന്നവർ, വീട് പരവാസ്ഥൽ ആചരിക്കാൻ പോകുന്നവർ, അതിന് സാമ്പത്തിക കടങ്ങളുള്ളവർ, ലോൺ പാസ്സാകാത്തവർ, ലോൺ പ്രോസസ്സിലിരിക്കുന്നവർ, സിവിൽ നോട്ട് കുറവുള്ളവർ, പോയിൻ്റ് കുറവുള്ളവർ, ആ മേഖലകളിലെല്ലാം കർത്താവ് അവിടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ വിഷയം ദൈവ തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കണമേ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഏതെല്ലാം വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ മക്കളതെല്ലാം മനസ്സിൽ ഓർക്കുന്ന ഈ സമയത്ത് ഞാൻ അതിനെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ധൂർത്തപുത്രൻ്റെ പുനർവായനയാണ്. ഇന്നത്തെ ഈ ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ ഒരു ട്രാജഡി നടക്കുന്നുണ്ട്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അവൻ ദുരഭിമാനം പോലും ഇല്ലാതെ തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ആ തിരിച്ചു വരവിൻ്റെ അകത്തും നമ്മളത് ശരിക്കും വായിച്ചാൽ ഒരു ശോകം ഉണ്ടതിൻ്റെ അകത്ത്. കാര്യം, ഇവൻ ഒത്തിരി കാര്യങ്ങൾ അപ്പനോട് പറയുന്നുണ്ട്, അപ്പനവനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുന്നുണ്ട്. പക്ഷേ അപ്പനൊരു വാക്ക് അവനോട് പറയണില്ല. പശ്ചാത്താപത്തിൻ്റെ കുറേ നാളത്തേക്ക് നമുക്ക് ദൈവത്തിൽ നിന്നൊരു വാക്കൊന്നും കിട്ടിയെന്ന് വരികയില്ല. പ്രാർത്ഥിക്കാനുള്ള രരുപിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരവൊന്നും കിട്ടിയെന്ന് വരികയില്ല. അപ്പം നിങ്ങൾ ഓർക്കും, പശ്ചാത്തപിച്ചുകൊണ്ടും പ്രത്യേകിച്ച് പ്രയോജനം തോന്നിപ്പോകുന്ന കുറേ മാസങ്ങളുണ്ടാവും. അപ്പോൾ ഇത് ഓർത്താൽ മതി. അത് അപ്പം മാത്രമുള്ള ആ ഒരു കാലഘട്ടത്തെ, ആ വന്ന മുഹൂർത്തത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയായിട്ട് കരുതിയാൽ മതി. പിന്നീട് നീ പശ്ചാത്താപം ചെയ്ത് അത് റീഫണ്ടായി നിൻ്റെ വരവ് സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ പ്രഥമ ദൃഷ്ടിയാൽ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യത്തില്ല. കാര്യങ്ങളൊക്കെ എല്ലാം നടക്കും, പക്ഷെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു വിഷയമാണ്. കാര്യം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. മൂത്ത മകനോട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും, പക്ഷെ ഈ ധൂർത്തപുത്രനോട് ഒരു വാക്ക് പോലും അപ്പം പറയണില്ല. കെട്ടിപ്പിടിക്കുന്നുണ്ട്, അതിനെ ആശ്ലേഷിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്, മാല അവന് ചെരുപ്പ് കൊടുക്കുന്നുണ്ട്, അവരെ മകൻ്റെ റാങ്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ സംസാരിക്കത്തിൽ താമസിക്കും. ദൈവം അങ്ങനെയാണെന്ന് പറയാല്ല. ദൈവത്തെക്കുറിച്ച് പറയണ കഥയിൽ വന്നു പോയിട്ടുള്ള നിഴൽ രൂപങ്ങളാണ് ഇതൊക്കെ. സംസാരിക്കാത്ത മൂകനായ അപ്പൻ, അത് നിസ്സാരമായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. അത് പശ്ചാത്താപത്തിൻ്റെ കുറേ കാലങ്ങളിൽ ദൈവമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻസ്, ദൈവം ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് നമ്മൾ ധരിക്കരുത്. അപ്പോൾ വന്നതല്ലേ ഉള്ളു. അവൻ്റെ പശ്ചാത്താപം സത്യസന്ധമാണ് ദൈവം തോന്നിക്കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. മകൻ പറഞ്ഞു, ഇളയ മകന്റെ കാര്യം പറയും. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു. ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ.
കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എന്റെ ഈ മകൻ മൃതനായിരുന്നു, എന്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവനോട് ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും കിട്ടിയിരുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അപ്പൊ ഇതാണ് സംഭവം. ഇതിനകത്ത് ഡയലോഗില്ല. ആർക്ക് ഡയലോഗില്ല? അപ്പൻ മൂത്ത മകനോട് അപ്പൻ കമ്മ്യൂണിക്കേഷൻ ഇല്ല. നോക്കിയാൽ മതി. ഞാൻ ഇങ്ങനെ ഒത്തിരി ആൾക്കാരോട് കൗൺസിലിംഗ് ചെയ്യുമ്പോഴേ ചില ആൾക്കാർ എത്രയോ വർഷങ്ങളുടെ ധ്യാനിപ്പിക്കുന്നത്, എത്രയോ ആയിരങ്ങൾ ധ്യാനിപ്പിച്ചിട്ടുണ്ട്, എത്രയോ പേരുടെ മാനസാന്തര വരെ എടുത്തിട്ടുണ്ട്. അപ്പോഴ് അതെല്ലാം നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഈ ഒരു കാര്യം സിറ്റുവേഷൻ കറക്റ്റാണത്. ആ മാനസാന്തരത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ കുറവായിരിക്കും, ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചിലപ്പോൾ മെയിൻ്റെനൻസ് നടക്കും, എല്ലാ കാര്യങ്ങളും നടന്നു പോകും. ഞാൻ കെട്ടിപ്പിടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പം അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, അവന് മോതിരം കൊടുക്കുന്നുണ്ട്, അവന് ചെരുപ്പ് കൊടുക്കുന്നുണ്ട്, റാങ്കരെ കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ നോ ഡയലോഗ്. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. പക്ഷേ നമ്മളെ ആൾക്കാരുടെ മാനസാന്തരത്തെ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് കുറേ നാളത്തേക്ക് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ സൈലൻ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, ഒരു ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് മാനസാന്തരപ്പെടുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിച്ചേക്കണം. നമ്മളുടെ പാപത്തിന് പരിഹാരം ചെയ്തു, ദൂതമ്പത്ത് പറഞ്ഞ പോലെ റീഫണ്ട് ചെയ്തു, പശ്ചാത്താപം പ്രായശ്ചിത്തത്തോടെ പറഞ്ഞു തീർക്കാതെ അത് ചെയ്ത് തീർത്ത് വരുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ഫുൾ സ്വിങ് ആയിട്ട് വരും. ആ സമയം മുതൽ നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനും, പിന്നെ ദൈവം നമ്മൾ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്ററാണ്. ദൈവം ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്ററാണ്. കാര്യം നമ്മൾ ഭൂമി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഈ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലെങ്കിലും കിട്ടിയില്ലെങ്കിൽ എന്തൊരു കുഴപ്പമുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. വെച്ച് കഴിഞ്ഞാൽ ദൈവം നല്ലവണ്ണം കമ്മ്യൂണിക്കേറ്റ് തൻ്റെ ദാസനോട്, തൻ്റെ ഭക്തനോട്, തൻ്റെ വിശ്വാസിയോട്, മോശയോടൊന്നും ഒരു സ്നേഹിതരെപ്പോലെ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ അത് ആ ലെവലിലേക്ക് നമ്മൾ ദൈവത്തെ സ്നേഹിച്ച സത്യസന്ധമായിട്ട് ദൈവത്തിന് വേണ്ടിയാണ് സ്നേഹിക്കണമൊക്കെ ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ, പിന്നെ വ്യക്തികളിലൂടെ, ഇൻസിഡൻസ് എന്നില്ലേ, നമ്മൾ ഇൻസിഡൻസ് എന്നൊക്കെ പറഞ്ഞാലും അതിലൂടെയും ദൈവത്തിന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ ഭയങ്കര രസമായിരിക്കും. അപ്പം നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ദൈവമായിട്ട് ഈ ഒരു കാലത്ത് നല്ല റിലേഷൻസിലേക്ക് വരാൻ വേണ്ടി, നല്ല ഫുൾ സ്വിങ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരാൻ വേണ്ടി പ്രത്യേകം സത്യസന്ധമായി സുവിശേഷവിഹിതമായി സാക്ഷ്യത്തോടെ ദൈവത്തിന് വേണ്ടി, അല്ല ദൈവത്തിൻ്റെ ആനുകൂല്യത്തിന് വേണ്ടിയുള്ളതിനേക്കാളുപരി ദൈവത്തിന് വേണ്ടി. ദൈവത്തിന് ഭയങ്കര സങ്കടമായിരിക്കുമേ എപ്പോഴും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരെല്ലാം സ്നേഹിക്കുന്നത് വയറ്റിപ്പിഴപ്പിന് വേണ്ടിയാണെന്ന് ദൈവത്തിന് അറിയാം. അതാണ് ദൈവത്തിൻ്റെ സങ്കടമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന് വേണ്ടി സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നീ തന്നതും തരാത്തതും ഞാൻ അളന്നും തൂക്കി നോക്കാതെ എനിക്ക് നീയാണെന്ന് പറയത്തില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞൊരാളാണ് ഈ പത്രോസൊക്കെ. ഈ ഹൃദയം തുറന്നാണ് ഈശോ ഇൻട്രാക്ട് ചെയ്യുന്നത്. ഹൃദയം തുറന്നാണ്. കാരണം അവരോടൊക്കെ ഹൃദയം തുറന്ന് സംസാരിക്കാനുള്ള തുറവി, ദൈവത്തിൻ്റെ റിസർവ്ഡ്നെസ് പോകണമെന്നുണ്ടെങ്കിൽ ദൈവം ഇങ്ങനെ ഒരു റിസർവറിൽ വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റിയ ആളല്ലാത്ത കൊണ്ടാണ്. അതാണ് വരുന്ന വിഷയം. അങ്ങനെ വരുന്നത്. അത് ഈ മുൻപ് കാലത്ത് ആ ഒരു അമിക്കബിലിറ്റി, അനുരഞ്ജനം ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ. അങ്ങനെ ഏതാണ്ട് 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു രക്തം നിന്നു എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് ഞാൻ ഉടമ്പടി വെച്ചിരുന്ന കാര്യം, ഇത് ഉടമ്പടി വെച്ചിരുന്ന കാര്യമല്ല, വേറെ എൻ്റെ പറമ്പിൻ്റെ മണ്ടയ്ക്കോട്ട്, വീടിൻ്റെ പുരയ്ക്ക് മണ്ടയ്ക്കോട്ട് ഒരു മരം വലിയ കിടക്കുകയാണ്. ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു ആ മരം ഒന്ന് വെട്ടിത്തരണമെന്ന് പറഞ്ഞു. അതായത് ഒരു 10 മീറ്ററോളം അകലത്തെയാണെന്ന് മരം നിൽക്കുന്നത് വെട്ടിത്തരത്തില്ല. അപ്പം ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മരം വെട്ടി തന്നു ആ പുള്ളി. മൂന്നാമതായിട്ട് പിന്നെ ഒത്തിരി വർഷങ്ങളായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിൽക്കുന്നില്ല. അപ്പോൾ
മകൾ അവിടുന്ന് അമേരിക്കയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, പപ്പ എനിക്ക് നേഴ്സാണ്, എന്നാൽ അതിൽ കൂടിയ പഠിത്തം പഠിച്ചു ഒരു ജോലി കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ പോകുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. മോൾക്ക് നല്ലൊരു ജോലി കിട്ടി, ഇപ്പം നല്ല രീതിയിൽ കഴിയുന്നു. ഭർത്താവിന് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നല്ല ഇത് കിട്ടി, അതിനുവേണ്ടി ഞാൻ കൃപാസനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് കടങ്ങൾ വീടി, അത് കഴിഞ്ഞിട്ട് 2000 കൊറോണ ആയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല, കൃപാസനത്തിൽ വരവില്ല. 30/10/2022 ഞാനിവിടെ വരാനായിട്ടൊരു മുഖാന്തരം ഉണ്ടായി. ഞാൻ പത്രം കൊടുക്കുന്ന വീടുകളിലെല്ലാം ഞാൻ പോകും. പത്രം കൊടുക്കുന്ന വീടുകളിലെല്ലാം ഞാൻ പോകും. അതായത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് പ്രായമായവർ കിടക്കുന്നവരെ കാണാൻ ആ വീട്ടിൽ പോകും. ആ വീട്ടിൽ പോയിട്ട് അവരുടെ കാര്യം എന്താണെന്ന് നോക്കുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതാണ് ഞാൻ ചെയ്യുന്നത്. രാവിലെ ഇപ്പോൾ കാറായപ്പോൾ രാവിലെ കാറെടുത്തിട്ട് ഓരോ 2-3 വീടുകളിൽ പോകും. പോയിട്ട് അവർക്ക് എന്താണ് ബുദ്ധിമുട്ട് അതേപ്പറ്റി ഞാൻ ആലോചിച്ചിട്ട് അവർക്ക് വേണ്ടി ചെയ്യാൻ പോകും. അപ്പോൾ അവിടുന്ന് ഇവിടെ വരാൻ കാരണമെന്ന് പറഞ്ഞത്, ഞാൻ ഈ പത്രം കൊടുക്കുന്ന വീട്ടിലെ അമ്മാമ്മ ഞാൻ കാണാനായിട്ട് പോയപ്പോൾ എന്നോട് പറഞ്ഞു, രാജു നീ ഇപ്പം കൃപാസനത്തിൽ പോകുന്നില്ലോ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മമ്മേ കൊറോണ ആണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഒരു 500 രൂപ എടുത്ത് എൻ്റെ ഈ തന്നു. ഇവിടെ നേർച്ചയിടാനായിട്ട് തന്നു. ഇവിടെ കൃപാസനത്തിൽ ആരും പറഞ്ഞിട്ടൊന്നുമല്ല, അമ്മാമ്മേൻ്റെ ഈ തന്ന പൈസയാണ്. ആ പൈസയും വേണ്ടി ഞാൻ ഇവിടെ വരികയാണ്. വന്നപ്പോൾ ഇവിടെ കൗണ്ടിൽ തിരക്കിയപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പുതുക്കാം, നിങ്ങളുടെ ഉടമ്പടി പുതുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനന്ന് പുതുക്കി പത്രം മേടിച്ചുകൊണ്ട് പോയി വീട്ടിലെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ചെന്ന ഉടനെ പത്രം എല്ലാ വീട്ടിലും കൊടുക്കും, പതിവാണ്, നടന്നാണ് പോകുന്നത്. അന്ന് അവിടുന്ന് പത്രം കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ പത്രം കൊടുക്കുന്ന ഒരു അമ്മാമ്മയ്ക്ക് എന്നോട് പറഞ്ഞിട്ടില്ല, പുള്ളിക്കാരത്തിക്ക് ബ്രസ്റ്റിൽ ക്യാൻസറാണ്. പുള്ളിക്കാരത്തി എന്നോട് പറയത്തില്ല, കാരണം എന്നോട് പറയാൻ നാണക്കേട്. അപ്പം പത്രം കൊടുക്കുന്ന വീടുകളിലെല്ലാം ഞാൻ ദിവസവും അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ അമ്മാമ്മ എന്നോട് പറയുന്നില്ല, ഞാൻ അറിയുന്നു വലിയ സംഭവം. അമ്മാമ്മ UK നിന്നും മകളെ വരുത്തിയിട്ട് ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് അമ്മാമ്മ എന്നോട് ഫോൺ വിളിച്ച് പറയുകയാണ്, ഇന്നോടൊരു കുഴപ്പമുണ്ടായിരുന്നു. എന്നിട്ടും എന്നോട് പറഞ്ഞില്ല, പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാണ്. അപ്പോഴും ദൈവകൃപ ഞാനത് കണ്ടു. വേറൊരു കാര്യം, ഞാനിവിടെ പത്രം കൊണ്ടു പോകാനായിട്ട് ഞാൻ നടന്നാണ് പത്രം കൊടുക്കുന്നത്, ഓരോ വീട്ടിലും കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല. ഞാൻ 68 വയസ്സിൽ ഏതാണ്ട് 6 മാസം മുമ്പ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു. അമ്മയോടും മാതാവിനോട് ഞാൻ ഒരു ദിവസം വൈകിട്ട് പ്രാർത്ഥിച്ചു, അമ്മേ ഡ്രൈവിംഗ് പഠിച്ചാൽ എനിക്ക് ഒരു വണ്ടി കിട്ടുമോ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡ്രൈവിംഗ് പഠിച്ചു. 2ൻ്റെ ലൈസൻസ് കിട്ടി. ഞാൻ വൈകിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ ഈ കളറിലൊരു കാറ് എനിക്ക് സമ്പാദിച്ചു തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. 3ാമത്തെ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ വരികയാണ്, ഒരു കാർ കിടക്കുന്നു, നിങ്ങൾക്ക് പോയി മേടിച്ചോ എന്ന് പറഞ്ഞു. വെറും 35,000 രൂപ. അവിടെ ചെന്ന് ഞാൻ മെക്കാനിക്കിനെ കൊണ്ടുപോയി. ഞാൻ എൻ്റെ പ്രൗഢി പറയുകയല്ല, ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് നടന്ന കാര്യങ്ങൾ പറയുകയാണ്. അതായത് അവിടുന്ന് മെക്കാനിക്കിനെ കൊണ്ടുപോയിട്ട് ആ കാർ നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. ആ വണ്ടിയിൽ ഇപ്പോൾ ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് എനിക്ക് 1 കെട്ട് പത്രമാണ് ഞാൻ മേടിക്കുന്നത്. ഇപ്പോൾ 2 കെട്ട് പത്രം മേടിക്കുന്നുണ്ട്, 200 രൂപയുടെ പത്രം മേടിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് പറയാനുള്ളത്, ഈ പത്രത്തിൽ ഈ 100 രൂപയുടെ പത്രം മേടിച്ചുകൊണ്ട് ഞാൻ ഒരു അനാഥാലയത്തിൻ്റെ അവിടെ പോവുകയാണ്. അനാഥാലയത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ കത്തോലിക്ക പള്ളി 2 പള്ളിയിലെ അച്ഛൻ ഒരിടത്താണ് താമസിക്കുന്നത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വരികയാണ്. ഈ അനാഥാലയത്തിൻ്റെ അവിടെ ഞാൻ ചെല്ലപ്പോൾ ഈ പത്രം കൊടുക്കാനായിട്ട് കാറ് വിട്ടിട്ട് അവിടെ നിൽക്കുമ്പോൾ അച്ഛൻ അതിലേ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, എന്താണ് ഇവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, കൃപാസനത്തിലെ പത്രം 2 കൊടുക്കാമെന്ന് വെച്ചാൽ വന്നത്. അപ്പോൾ അച്ഛനെന്നോട് പറഞ്ഞു, അവിടെ ആരും കാണത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ മനപ്രയാസത്തോടെ മാതാവിൻ്റെ നാമത്തിൽ ഞാൻ വന്നതാണ്, ഞാൻ തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞ് അതിൻ്റെ അടുത്ത മാസം ഇവിടെ വന്ന് ഞാൻ പത്രം വാങ്ങിയിട്ട് ഞാൻ പോകുന്ന സമയത്ത് ഒരു സിസ്റ്റർ എന്നെ വിളിക്കുകയാണ്, ബസ്സേ വെച്ച് വിളിക്കുകയാണ്. കാർ കൊണ്ടിരുത്തില്ല ഇങ്ങോട്ട്, ബസ്സേ ഞാൻ പോകുന്ന സമയത്ത് ഒരു സിസ്റ്റർ എന്നെ വിളിക്കുകയാണ്. അപ്പോൾ വണ്ടിയായതുകൊണ്ട് എനിക്ക് പിടികിട്ടത്തില്ല ആരാണ് വിളിച്ചതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു സിസ്റ്റർ സ്ത്രീയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നു, വിളിച്ചു നോക്കിയപ്പോൾ ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പത്രം കൊടുക്കാൻ പോയത്. അപ്പം എന്താണ്, ഞാൻ ചെന്നിട്ട് വിളിച്ചപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, അവിടെ അനാഥാലയത്തിലാണ്, അവിടെ മരിച്ചൊരു പെൺകുട്ടി
നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ്. അവളെ കൊണ്ട് അവിടെ ആക്കിയിട്ട് അവിടെ ആങ്ങളെ പോന്നു, പിന്നെ അങ്ങോട്ട് ചെന്നിട്ടില്ല. അപ്പോൾ അവനെ വിളിച്ചിട്ടെടുക്കൽ ഈ കുട്ടി അവിടെ കിടന്ന് മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ ഇവരെ എടുക്കത്തില്ല. അവിടുന്ന് അങ്ങനെ വിളിച്ച് മണിക്കൂറുകൾ ഞാൻ നീട്ടുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിറ്റേ ദിവസം ആ സിസ്റ്ററോട് ഞാൻ ചോദിച്ചു, സിസ്റ്ററെ, എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ പത്രം കൊണ്ടുപോയി. പോയപ്പോൾ ഞാൻ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്ററെ 2 പത്രം ഇവിടെ തന്നാൽ കുഴപ്പമുണ്ടോ? സിസ്റ്ററിനോട് 10 പത്രം വേണമെന്ന് പറഞ്ഞു. കൃപാസന മാതാവിൻ്റെ പത്രത്തിൻ്റെ ശക്തി അന്ന് ഞാൻ മനസ്സിലാക്കി. ഇത് കേൾക്കുന്നവരെല്ലാം മനസ്സിലാക്കണം മാതാവിൻ്റെ പത്രത്തിൻ്റെ ശക്തി എന്താണെന്ന്. കാരണം ഇപ്പോൾ ആ അനാഥാലയത്തിൽ 10 പത്രം ഞാൻ കൊടുക്കുന്നത് 200 രൂപയുടെ പത്രം ഞാൻ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞൊക്കെ ഞാനിവിടെ 2019 എൻ്റെ കൃപാസനത്തിൻ്റെ പുതുക്കാൻ കഴിഞ്ഞതിന് മുമ്പത്തെ മാസം വന്നപ്പം എന്നോടിവിടെ പറഞ്ഞു 100 രൂപയുടെ പത്രം മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് 200 രൂപയുടെ പത്രം വേണം, എങ്കിലേ എനിക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തുള്ളൂ, കൊടുക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്നു. അങ്ങനെ മാതാവ് അത്ഭുതകരമായി എന്നെ നടത്തുന്നുണ്ട്. വേറെ കഴിഞ്ഞതിൻ്റെ ഒരു 2 മാസം മുമ്പേ എൻ്റെ ഭാര്യ അമേരിക്കയിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ സുഖമില്ല, ആശുപത്രി പോകണം, അവിടെ ഇൻഷുറൻസ് ഉള്ളവർക്ക് മാത്രമേ ആശുപത്രിയിൽ പൈസ ഇല്ല പോകത്തുള്ളൂ. അപ്പോൾ ഉടൻ തന്നെ മോള് വിളിച്ചു പറഞ്ഞു മമ്മിക്ക് കൂടുതലാണ്, മരിച്ചു പോകുന്ന അവസ്ഥയാണ്. അവിടെ നിന്ന് ഞാൻ പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ മാതാവിൻ്റെ നടയിൽ പോകുന്നവനാണ്, തീർച്ചയായിട്ടും ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കൃപാസനത്തിലെ വിശ്വാസ പ്രമാണം ചൊല്ലി കൃപാസനത്തിന് തൈലം പൂശിക്കൊണ്ട് എൻ്റെ നെറ്റി പൂശിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ആശുപത്രിയിൽ പോയി 4 ഡോക്ടർമാർ പരിശോധിച്ചു, ഒരു രോഗവും കണ്ടെത്താൻ അവർക്ക് പറ്റിയില്ല. അത്ര ശക്തമായ മാതാവിൻ്റെ നടയിൽ നിന്ന് അത്ഭുതകരമായി ഇതുവരെ നടത്തിയ കൃപയ്ക്കായി സ്തോത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരങ്ങൾ നിർത്തുന്നു. യേശുവിന് നന്ദി. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഒരു മാതാവ്, പ്രായമുള്ള മാതാവ് താമസിക്കുന്നൊരു വീട്, ഭർത്താവ് മരിച്ചുപോയി കഴിഞ്ഞിട്ട് ഒരു മകനുണ്ടായിരുന്നു. മകൻ വെള്ളമടിച്ചിട്ട് പെരെ തൂങ്ങി മരിച്ചു കഴിഞ്ഞിട്ട് സഹായത്തിനാരും ഒരു മോളുണ്ടെ കെട്ടിച്ചു വിട്ടാണ്. ആ മകൾ വല്ലപ്പോഴും കൊടുക്കുന്ന വെച്ചാണ് കഴിക്കുന്നത്. ഞാൻ ഈ പത്രം അവിടെ കൊണ്ടു കൊടുത്തു. ഞാൻ അമ്മമ്മയോട് ചോദിക്കും, വിവരങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ ഏതെങ്കിലും അനാഥാരായി കിടക്കുന്ന വീടുകളിൽ ഞാൻ പോയിട്ട് അവരോട് ചോദിക്കും, അവരുടെ വിവരങ്ങൾ ചോദിക്കും, അവരുടെ വേദനകൾ പങ്കിടും. അപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമാണ്. ഒരു വീട്ടിൽ ചെന്ന് ഒരപ്പച്ചൻ താമസിക്കുകയാണ്, ഒരപ്പച്ചനും അമ്മച്ചിയും മാത്രം താമസിക്കുകയാണ്. ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചൻ എന്നെ കണ്ടപ്പോഴത്തേക്ക് വാവിട്ടുകാരിയാണ്, രാജുവിനെ കാണുമ്പോഴത്തേക്ക് വലിയ സ്നേഹമാണ്. ഞാൻ അവരെ തലോടി ഒക്കെ ഒത്തിരി കാര്യങ്ങളോട് സന്തോഷമുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അപ്പച്ചൻ കരച്ചിലാണ്. ഞാൻ ചോദിച്ചു, അപ്പച്ച എന്താണ് കരയുന്നത്? അച്ഛൻ എന്തിനാണ് കരയുന്നത്? എനിക്കൊരു ആമ്മോനില്ല, പുള്ളിയുടെ പ്രയാസം അതാണ്. അപ്പച്ചന് എല്ലാ സൗഭാഗ്യങ്ങളുമുണ്ട്. ഇളയ മോള് പെൺകുട്ടിയാണെങ്കിലും അവ പൈസ കൊടുക്കുന്നുണ്ട്, മരുന്നിനെല്ലാം പൈസ കൊടുക്കുന്നുണ്ട്. ആ മനുഷ്യൻ്റെ ഉള്ളിൽ തിങ്ങിക്കിടക്കുന്നത് വേദന. ഒരു ആൺമകനില്ല. ഞാൻ പറഞ്ഞു, അപ്പച്ചൻ്റെ ഇളയ മകൾ ഒരാൺകുട്ടിയാണ് എന്ന് വെച്ച് അപ്പച്ചൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇപ്പം പുള്ളി റിലാക്സായിട്ട് നടക്കുന്നു. അതുപോലെ ഈ അമ്മച്ചിയുടെ കാര്യം, ഒരു അമ്മച്ചി തന്നെ താമസിക്കുന്ന കാര്യം പറഞ്ഞത്, ആ അമ്മച്ചിയുടെ വേദന ഒത്തിരിയാണ്. എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കൃപാസനത്തിൽ മാതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈകിട്ടെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ അവരെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പയ്യനുണ്ട്, മകളുടെ മകൻ. അവൻ ഭയങ്കര പഠിത്തക്കാരനാണ്. അവൻ പെരക്കത്തിരിക്കുവാണ്, വെളിയിറങ്ങത്തില്ല, ജോലിക്ക് പോകത്തില്ല, പലയിടത്ത് ജോലി വന്നിട്ട് പോകത്തില്ല. ഞാൻ ഈ പത്രം കൊടുത്തിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മമ്മയെ പ്രാർത്ഥിക്കുക, ഈ പത്രം വെച്ചിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഞാനും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്നവൻ കഴിഞ്ഞ ആഴ്ചയിൽ ഗൾഫിൽ പോയിരിക്കുകയാണ്. ആ അമ്മാമ്മ കഴിഞ്ഞ വർഷം ഒരു നിവൃത്തിയില്ലാത്ത അമ്മാമ്മ 100 രൂപ എൻ്റെ തന്നു വിട്ടു വിടാനായിട്ട്. എൻ്റെ പേര് ഡെയ്സി സണ്ണി. ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു. ഞാൻ നവംബർ മാസം 22-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരികയാണ്, കൃപാസനത്തിൽ ആദ്യമായിട്ട് വരികയാണ്. എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്ന് ഞാൻ പലരോടും ചോദിച്ചും പറഞ്ഞുമൊക്കെ ഉടമ്പടി എടുത്തു. അപ്പോൾ ഞാൻ 6 നിയോഗം എഴുതിയിരുന്നു. അതിലെനിക്ക് എൻ്റെ മകളുടെ ഭർത്താവ് വിവാഹത്തിന് വേണ്ടി ജോലി റിസൈൻ ചെയ്തിട്ടാണ് വന്നത്. പിന്നീട് അവന് ഗൾഫിലേക്ക് കടന്നു പോകാൻ സാധിക്കാതെ വന്നു. അതൊരു നിയോഗമായിട്ട് ഞാൻ എഴുതിയിരുന്നു, അവന് ജോലി ലഭിക്കാൻ വേണ്ടി. പലയിടത്തും കൊടുത്തിട്ട് എങ്ങും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവൻ പോകുന്നിടത്തു തന്നെ അവിടെ തന്നെ പോകാനായിരുന്നു അവന് താല്പര്യം. അങ്ങോട്ട് പോകാൻ വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചിട്ട് സാധിക്കാതെ വന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി വെച്ചപ്പോഴത്തേന് അതൊരു നിയോഗമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, അവനൊരു ജോലി ലഭിക്കണമെന്ന്. അപ്പോൾ ആ സമയത്തൊക്കെ പിന്നെയും കൊടുത്തിട്ടും ഒരു ജോലി അവിടോട്ട് അവർ വിളിക്കുന്നില്ല, വെയിറ്റ് ചെയ്യുന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
അപ്പം ഞാനിവിടെ അച്ഛൻ്റെ പ്രസംഗം യൂട്യൂബിൽ കൂടെ കേൾക്കുമായിരുന്നു. കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു പ്രാവശ്യം പറഞ്ഞ് ഞാൻ കേട്ടു, നിങ്ങൾ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കണം, അപ്പോൾ നിങ്ങൾക്കത് ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ഫെബ്രുവരി 8 ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ മാതാവേ, നിൻ്റെ പുത്രനോട് അപേക്ഷിച്ചിട്ട് നിൻ്റെ മകനെ ഫെബ്രുവരി 8 അവന് ടിക്കറ്റ് ലഭിക്കത്തക്ക വിധത്തിൽ അവന് കൃപ കൊടുത്ത് പോകാൻ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. മകൾ സൗദിയിലാണ്. ഇതിനിടെ 10 ദിവസത്തേക്ക് അവൾ ലീവിന് വന്നിരുന്നു. ഫെബ്രുവരി 7 അവൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ 7 ആയപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, നാളെ